നാളെ നമ്മുടെ ദേവാലയങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നൊരു കാഴ്ചയെ കുറെ കൂടെ മനസ്സിലാക്കി നാളെ ഇതിൽ പങ്കെടുക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. വികാരിച്ചം വന്ന് കയ്യിൽ പിടിച്ചിരിക്കുന്ന മരക്കുരിശ് കൊണ്ട് ഈ ഹന്നാൻ വാതിൽക്കൽ 3 ആവർത്തി മുട്ടി വാതിൽ തുറന്ന് അകത്തേക്ക് കയറും. ഇതിൻ്റെ ബിബ്ലിക്കൽ പശ്ചാത്തലം എന്താണ്? അപ്പോൾ ആ സമയത്തൊരു പ്രൊക്ലമേഷൻ നടക്കുകയാണ്. സീ ദ കിങ് ഈസ് ഹിയർ, ഓപ്പൺ ദ ഗേറ്റ്സ്. രാജാവ് വന്നിരിക്കുന്നു, കവാടങ്ങൾ തുറക്കുവിൻ. ഈ കർമ്മത്തിൽ ഹന്നാൻ വാതിൽ തുറക്കുമ്പോൾ അത് റീ ഓപ്പണിംഗ് ഓഫ് പാരഡൈസ്, പറുദീസ നമ്മുടെ മുമ്പിൽ തുറക്കുന്നതായിട്ട് കാണണം. അത് ഞാൻ പറഞ്ഞത് ഒരു കേവല കർമ്മം, ഒരു കേവല പ്രദക്ഷിണം, ഒരു ആചാരം, അങ്ങനെയൊന്നും അല്ല. ഇത് നമ്മൾ ഈ നാളെ കാണാൻ പോകുന്നതിലൊക്കെ വലിയ മിശിഹ രഹസ്യങ്ങൾ, രക്ഷാക രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞു വേണം അതിൽ പങ്കെടുക്കാൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് കാലത്തോട് അനുബന്ധിച്ച് ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന മാർഗം സീരീസ്, നോമ്പ് കാല ധ്യാനത്തിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് വേണം ഇതിനെ പരിഗണിക്കാൻ. ഇന്ന് ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് ഓശാനയുടെ പടിവാതിൽക്കൽ നമ്മൾ നിൽക്കുകയാണ്. ഓശാന തിരുനാളിൻ്റെ നിങ്ങളിലേക്ക് എത്തുന്നത് ഓശാനയുടെ തലേന്നാൾ, ലാസറിൻ്റെ ശനി, കൊഴുക്കട്ട ശനി എന്നറിയപ്പെടുന്ന ശനിയാഴ്ച വൈകിട്ടാണ് ഇതെത്തുന്നത്. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്നറിയാമോ? നാളെ നമ്മുടെ ദേവാലയങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നൊരു കാഴ്ചയെ കുറെ കൂടെ മനസ്സിലാക്കി നാളെ ഇതിൽ പങ്കെടുക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. ഓശാന തിരുനാൾ നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട തിരുനാളാണ്. എനിക്കും എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേയുള്ള ഓർമ്മയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൃദ്യമായ ഒരു തിരുനാൾ ആഘോഷമാണ് ഓശാന. നമ്മളിങ്ങനെ കാത്തിരുന്ന് ഓലയൊക്കെ വാങ്ങിച്ച് ഓശാനയുടെ ആ ഗീതങ്ങളോട് ചേർന്ന് പള്ളി ചുറ്റി പ്രദക്ഷിണമായി നീങ്ങി ഒടുക്കം നമ്മളിങ്ങനെ ആ മോണ്ടളത്തിൻ്റെ അവിടെ ഹന്നാൻ വാതിൽക്കൽ വന്നിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. വൈ? ദ ഡോർ ഈസ് ക്ലോസ്ഡ്. വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കാത്തു നിന്ന് കഴിയുമ്പോൾ ഏറ്റവും ഒടുക്കം വികാരിച്ചം വരും. വികാരിച്ചം വന്ന് കയ്യിൽ പിടിച്ചിരിക്കുന്ന മരക്കുരിശ് കൊണ്ട് ഈ ഹന്നാൻ വാതിൽക്കൽ 3 ആവർത്തി മുട്ടി സങ്കീർത്തനം ഏറ്റുപറഞ്ഞ് 3-ാമത്തെ മുട്ട് കഴിയുമ്പോൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറും. അപ്പം നമ്മളെല്ലാവരും കൂടെ അടഞ്ഞു കിടന്ന പള്ളി വാതിൽ, ഈ ഹന്നാൻ വാതിൽ തുറന്ന് കണ്ട് നമ്മളതിനുള്ളിലേക്ക് കയറും. ഇത് വളരെ ഹൃദ്യമായ ഒരു ലിറ്റർജിക്കൽ രംഗമാണ്. ഇതിൻ്റെ അർത്ഥവും ആഴവും, ഇതിൻ്റെ പല ഡൈമെൻഷൻസ്, ഇതിൻ്റെ ബിബ്ലിക്കൽ പശ്ചാത്തലം എന്താണ്, ഒപ്പം ഇതെന്തുകൊണ്ടാണ് 3 ആവർത്തി മുട്ടുന്നത്, എന്താണ് ഇവിടെ കുരിശിൻ്റെ റോള്, സഭാപിതാക്കന്മാർ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്, ഇതിൻ്റെ ലിറ്റർജിക്കൽ മീനിങ് എന്താണ്, ഇത് ഈ ആഴ്ചയിൽ, ഈ നമ്മുടെ ഹാശ ആഴ്ച പീഠാനുഭവ വാരത്തിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, അങ്ങനെയൊക്കെ നമ്മളൊന്നൊരുമിച്ച് പല കാര്യങ്ങൾ, രസമുള്ളൊരു യാത്രയായിരിക്കും ഇത്. എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത്, ഇത് വൈകിപ്പോയി നിങ്ങളിലേക്ക് എത്താൻ എനിക്കറിയാം. നാളെയാണ് ഓശാന തിരുനാൾ. അപ്പോൾ എത്രയും വേഗം ഇതെല്ലാവരിലേക്കും പങ്കുവയ്ക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റാവുന്നിടത്തോളം ആളുകളിലേക്ക് ഇത് വേഗം കൊടുക്കുക. നമുക്കൊരുമിച്ച് ഈ ഓശാന തിരുനാൾ കുറേ കൂടെ ഹൃദ്യമായി ഹൃദയം ചേർത്ത് വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും, പ്രത്യേകിച്ച് ഓശാനയുടെ തിരുക്കർമ്മങ്ങളുടെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം, ഒന്ന് വ്യത്യാസമുള്ളത്, വ്യത്യസ്തതയുള്ളത് ഇതാണ്, ഈ പ്രദക്ഷിണവും ഈ പ്രവേശനവുമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യമുണ്ടല്ലോ, ഇങ്ങനെ വന്ന് അച്ഛൻ മുട്ടി കുരിശുകൊണ്ട് മുട്ടി തുറന്ന് കയറി പോകുന്നത്, ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് എ റിച്വൽ. ഇത് കേവലം ഒരു ആചാരം മാത്രമാണെന്ന് ആരും വിചാരിക്കരുത്. ഇറ്റ്സ് തിയോളജി ഇൻ ആക്ഷൻ. ദൈവശാസ്ത്രമാണ് നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. ഈ വാതിലുകൾ തുറക്കുമ്പോൾ രക്ഷ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വരുന്ന അനുഭവമാണ് നമുക്കുണ്ടാകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ഡൈമെൻഷൻസിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. ഒന്ന്, ഇതിൻ്റെ ബിബ്ലിക്കൽ ഫൗണ്ടേഷൻസ്, തിരുവചന അടിസ്ഥാനങ്ങളെ ഒരു 4 കാര്യങ്ങളെങ്കിലും നമുക്ക് ബൈബിളിൽ നിന്ന് റെഫറൻസ് കണ്ടെത്താൻ പറ്റും. ഒന്ന്, സങ്കീർത്തനം എടുത്തേ, സങ്കീർത്തനം 24:7. അതാണ് നമ്മൾ ആ സമയത്ത് ചൊല്ലുന്ന സങ്കീർത്തനം. സങ്കീർത്തനം 24:7 നിങ്ങളുടെ ബൈബിൾ ഉണ്ടെങ്കിൽ എടുക്കുക, അടയാളപ്പെടുത്തുക. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിന് രാജാവ് പ്രവേശിക്കട്ടെ. ഉടനെ അടുത്ത വാക്യം, ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? പ്രബലനും ശക്തനുമായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ് തന്നെ. ഈ ഭാഗത്തെക്കുറിച്ച് പറയുന്നത് ഇതൊരു ലിറ്റർജിക്കൽ ക്രൈ ആണ്. ഇത് ദൈവാരാധനയുടെ ഭാഗമാണ്.
വാഗ്ദാന പേടകം നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജനം ചൊല്ലിയിരുന്നതാണ് ഈ സങ്കീർത്തനം. അപ്പോൾ ഇവിടെ ഓശാന ഞായറാഴ്ച യഥാർത്ഥ രാജാവ് പ്രവേശിക്കാൻ പോവുകയാണ്. അന്ന് വാഗ്ദാന പേടകം നഗരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ചൊല്ലിയതായിരുന്നെങ്കിൽ ഇന്ന് സമാധാനത്തിൻ്റെ രാജാവ് മിശിഹ തമ്പുരാൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, ഈ ദേവാലയത്തിലേക്ക്, ലോകം മുഴുവനിലേക്കും പ്രവേശിക്കുന്ന നേരത്ത് വാതിലുകളെ തുറന്ന് നമ്മൾ ഈ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കും. അപ്പോൾ ഈ നോക്കിംഗ്, വാതിൽക്കൽ വന്ന് മുട്ടുന്നത്, അപ്പോൾ ആ സമയത്തൊരു പ്രൊക്ലമേഷൻ നടക്കുകയാണ്. സീ ദ കിങ് ഈസ് ഹിയർ, ഓപ്പൺ ദ ഗേറ്റ്സ്. രാജാവ് വന്നിരിക്കുന്നു, കവാടങ്ങൾ തുറക്കുവിൻ. രാജാവ് വന്നിരിക്കുന്നു, കവാടങ്ങൾ തുറക്കുവിൻ. അതാണ് അതിൻ്റെ ഈ സങ്കീർത്തനം 24:7. അടുത്തത് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യം. അവിടെ നമ്മൾ കാണുന്നു, ഐ ആം ദ ഡോർ. ഞാനാണ് വാതിൽ, ഞാനാണ് വാതിൽ. അപ്പോൾ അതിനകത്തൊരു പാരഡോക്സ് കിടപ്പുണ്ട്, ഒരു വൈരുദ്ധ്യം കിടപ്പുണ്ട്. ഈശോ വാതിലാണെന്നോ? അപ്പോൾ തുറക്കുന്നത് ആരാണ്? കുരിശാരാണ്? അപ്പോൾ ഇതെല്ലാം ഈശോയാണ്. അങ്ങനെയാണത്. ഇതൊരു മിസ്റ്റീരിയസ് ധ്യാനമാണ് പ്രിയമുള്ളവരെ. മുട്ടുന്നതും അവൻ തന്നെ, വാതിലും അവൻ തന്നെ, സ്ലീവായും അവൻ തന്നെ, സ്ലീവായും അവൻ തന്നെ. നമുക്ക് വേണ്ടി ഈ വാതിൽ മുട്ടി തുറക്കുന്നത് അവൻ തന്നെ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിൽ അവൻ തന്നെ. ഈ സ്വർഗപ്രവേശനം നമുക്ക് സാധ്യമാക്കി തന്ന കുരിശ്, സ്ലീവായും അവൻ തന്നെ. രക്ഷയാണ് നമ്മുടെ മുമ്പിലേക്ക് കർത്താവ് തുറന്നു തരുന്നത്. ഇനി വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം. ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ അകത്ത് പ്രവേശിക്കുകയും അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുകയും ചെയ്യും. വീണ്ടും വാതിൽ വരികയാണ്. പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട്. അവിടെ കർത്താവ് വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ അകത്ത് പ്രവേശിക്കും. ഇവിടെ മനുഷ്യകുലം മുഴുവൻ കർത്താവിനോട് കൂടെ വാതിലിൻ്റെ പുറത്തു നിൽക്കുകയാണ്. മനുഷ്യകുലം മുഴുവൻ കർത്താവിൻ്റെ കൂടെ പുറത്തു നിൽക്കുകയാണ്. ദി ഹ്യൂമാനിറ്റി ഈസ് വെയിറ്റിംഗ് ടു എൻ്റർ വിത്ത് ഹിം. മിശിഹായോടൊപ്പം ഈ വാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കുവാൻ മനുഷ്യകുലം മുഴുവൻ കർത്താവിനോടൊപ്പം വാതിലിൻ്റെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. വിത്തൗട്ട് ക്രോസ് ദ ഡോർ റിമെയിൻ ക്ലോസ്ഡ്. വിത്തൗട്ട് ക്രോസ് ദ ഡോർ റിമെയിൻസ് ക്ലോസ്ഡ്. കുരിശില്ലാതെ, കർത്താവിൻ്റെ സാന്നിധ്യമില്ലാതെ ഈ വാതിൽ അടഞ്ഞു കിടക്കുക തന്നെ ചെയ്യും. അടുത്തത് ദ ക്ലോസ്ഡ് ഗേറ്റ്സ് ഓഫ് ഈഡൻ. നമ്മൾ കഴിഞ്ഞ ദിവസം മാർഗത്തിൻ്റെ എപ്പിസോഡിൽ ധ്യാനിച്ചതാണ്. ജനസിസ് 3:24. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറുദീസായുടെ കവാടം അടയുന്നു. പറുദീസായുടെ കവാടം അടയുന്നു. നമുക്ക് പ്രവേശനം വിലക്ക് വരുന്നു. പ്രവേശനം നമുക്ക് നിഷിദ്ധമാകുന്നു. എന്നാൽ ഇവിടെ നമ്മൾ കാണുകയാണ്, കുരിശ് നമുക്കായി സ്വർഗത്തിൻ്റെ കവാടം തുറന്നു തരുന്നു. കുരിശ് നമുക്കായി വാതിൽ തുറന്നു തരുന്നു. ഈ കർമ്മത്തിൽ ഹന്നാൻ വാതിൽ തുറക്കുമ്പോൾ അത് റീ ഓപ്പണിംഗ് ഓഫ് പാരഡൈസ്, പറുദീസ നമ്മുടെ മുമ്പിൽ തുറക്കുന്നതായിട്ട് കാണണം. അത് ഞാൻ പറഞ്ഞത്, ഒരു കേവല കർമ്മം, ഒരു കേവല പ്രദക്ഷിണം, ഒരു ആചാരം, അങ്ങനെയൊന്നുമല്ല. ഇത് നമ്മൾ ഈ നാളെ കാണാൻ പോകുന്നതിലൊക്കെ വലിയ മിശിഹ രഹസ്യങ്ങൾ, രക്ഷാകര രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞു വേണം അതിൽ പങ്കെടുക്കാൻ. അടുത്ത ഡൈമെൻഷനിലേക്ക് നമുക്ക് പോകാം. വൈ 3 times? എന്തുകൊണ്ട് ഈ വാതിൽക്കൽ അച്ഛൻ ഈ കുരിശ് കൈപ്പിടിച്ച്, മിശിഹായുടെ പ്രതിനിധിയായി കുരിശും കൈപ്പിടിച്ച് 3 ആവർത്തി മുട്ടുന്നു? എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം അത് ത്രിത്വത്തെ സൂചിപ്പിക്കുന്നു, ട്രിനിറ്റിയെ സൂചിപ്പിക്കുന്നു. രക്ഷ സാധ്യമാക്കിയത് കേവലം ഒരു വ്യക്തിയല്ല, ത്രിത്വമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നാണ് ഈ രക്ഷ നമുക്കായി സമ്മാനിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത്, ഫാദർ വിൽസ്, സൺ അക്കംപ്ലിഷസ് ആൻഡ് സ്പിരിറ്റ് അപ്ലൈസ്. പിതാവ് ഈ രക്ഷ ആഗ്രഹിക്കുന്നു, പുത്രൻ അത് നടപ്പിലാക്കുന്നു, പരിശുദ്ധാത്മാവ് അതിൻ്റെ മെച്ചങ്ങളെ, രക്ഷയെ നമ്മളിലേക്ക് എത്തിക്കുന്നു. ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിലാണ് രക്ഷ നമുക്ക് ലഭ്യമാകുന്നത്. അതിനെ സൂചിപ്പിക്കാൻ വാതിൽക്കൽ 3 ആവർത്തി മുട്ടുന്നു. അടുത്തൊരു ഡയമെൻഷൻ പറയട്ടെ. സാധാരണ ലോക്ക്ഡായി കിടക്കുന്നൊരു വാതിൽ തുറക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഉത്തരം പറയാം. എന്താ ചെയ്യുന്നത്? താക്കോലിട്ട് തുറക്കും. ഞാൻ ഈ ടോക്ക് ഒരുങ്ങും തൊട്ട് മുമ്പ് ഒരാളോട് ചോദിച്ചേ, ഇതിങ്ങനെ ധ്യാനിച്ച് കുറിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാളോട് ഫോൺ വിളിച്ചപ്പോൾ ചോദിച്ചു, വെറുതെ കൗതുകത്തിന് ചോദിച്ചു, അടഞ്ഞു കിടക്കുന്നൊരു വാതിൽ തുറക്കാൻ എന്ത് ചെയ്യും? ചവിട്ടി പൊളിക്കുമെന്ന്. എനിക്ക് കേട്ടിട്ട് ദൈവമേ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വീട്ടിൽ കയറുന്നത്? അടഞ്ഞു കിടക്കുന്ന വാതിൽ എല്ലാ ദിവസവും ചവിട്ടി പൊളിച്ച് വീട്ടിൽ കയറിയാൽ എത്ര വാതിൽ വെക്കേണ്ടി വരും വീട്ടിൽ?
താക്കോൽ ഉപയോഗിച്ച് നമ്മൾ വീടിനകത്തേക്ക് കയറുന്നു. താക്കോൽ ഉപയോഗിച്ച് വീടിനകത്തേക്ക് കയറുന്നു. അങ്ങനെയല്ലേ ഒരു വാതിൽ തുറന്ന് അകത്ത് കയറുന്നത്? യെസ്. അങ്ങനെയാണെങ്കിൽ നാളെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലാക്കിക്കേ. നാളെ നടക്കാൻ പോകുന്നത് അടഞ്ഞു കിടന്ന വാതിൽ എന്തുകൊണ്ടാണ് തുറക്കുന്നത്? കുരിശുകൊണ്ട് തുറക്കുന്നു. കുരിശ് താക്കോലാകുകയാണ്. കുരിശാണ് താക്കോല്. കുരിശ് നമുക്ക് സ്വർഗത്തിൻ്റെ താക്കോലാകുന്നു. കുരിശ് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കരുണയുടെ, നമുക്ക് ലഭിക്കാൻ പോകുന്ന ക്ഷമയുടെ താക്കോലാകുന്നു. കുരിശ് കൂട്ടായ്മയുടെ, ദൈവവുമായും സഹജീവികൾ തമ്മിലുള്ള കൂട്ടായ്മയുടെ താക്കോലായി കുരിശ് മാറുകയാണ്. കുരിശ് കാരണം ഈ നേരത്ത് നമ്മുടെ ദേവാലയത്തിൻ്റെ ആ കെട്ടിടം സ്വർഗമാണ്. സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് കുരിശ് കൊണ്ട്, താക്കോൽ കൊണ്ടല്ല തുറന്നത്. വൈദികൻ താക്കോൽ കൊണ്ടല്ല അടഞ്ഞു കിടന്ന വാതിൽ തുറന്നത്, മറിച്ച് കുരിശ് കൊണ്ട്. കുരിശ് താക്കോലാണ്. കുരിശ് താക്കോലാണ്. നമ്മൾ പ്രവേശിക്കുന്ന സ്വർഗത്തിലേക്കാണ്, കരുണയിലേക്കാണ്, കൂട്ടായ്മയിലേക്കാണ്. നോ ക്രോസ് മീൻസ് നോ എൻട്രി. കുരിശ് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രവേശനം ഇല്ല. സാക്രിഫൈസ്, ബലിയില്ലെങ്കിൽ രക്ഷയില്ല. കുരിശില്ലെങ്കിൽ എൻട്രി ഇല്ല, പ്രവേശനമില്ല. ബലിയില്ലെങ്കിൽ രക്ഷ ഇല്ല. ഇനി നാളെ നടക്കാൻ പോകുന്ന ആ ലിറ്റർജിയുടെ, ആരാധനയുടെ ക്രമം ശ്രദ്ധിക്കണം. നമ്മൾ പ്രത്യേക നിർദ്ദേശമുണ്ട്. എല്ലായിടത്തും നടക്കാറില്ലെങ്കിലും പ്രായോഗിക പരിമിതി ഉള്ള സ്ഥലങ്ങളിൽ ഇത് നമുക്ക് കാത്തിരിക്കാം. അത് ശരിയാകുന്ന അത്തരം സാഹചര്യങ്ങൾക്ക് ഒരുങ്ങുന്ന കാലത്തിന് വേണ്ടി കാത്തിരിക്കാം. പക്ഷേ ഐഡിയലി ഏറ്റവും ഉചിതമായി അർത്ഥം മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ അച്ഛാ പറഞ്ഞു വരുന്നത് പറ. യെസ്, ഐഡിയലി ഓശാനയുടെ തിരുക്കർമ്മങ്ങൾ തുടങ്ങേണ്ടത് പള്ളിയകത്തല്ല. പള്ളി പൂട്ടിക്കിടക്കുകയാണ്, പള്ളി അടഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ഓശാനയുടെ തിരുക്കർമ്മങ്ങൾ പുറത്താണ് തുടങ്ങുന്നത്. പുറത്ത് താൽക്കാലികമായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഓശാനയുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് ഓല വിതരണം ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പ്രദക്ഷിണമായി ഇറങ്ങും, പള്ളി ചുറ്റും. എന്നിട്ട് നമ്മൾ ഹന്നാൻ വാതിലിൻ്റെ മുമ്പിൽ വന്ന് സ്റ്റക്കായിട്ട് നിൽക്കും. എന്നിട്ട് ഈ പ്രാർത്ഥനകൾ ചൊല്ലി അകത്തേക്ക് കയറും. എന്താ ഇതിൻ്റെ അർത്ഥം? മനുഷ്യകുലം രക്ഷയ്ക്കായി കാത്തിരിക്കുകയാണ്. ഹ്യൂമാനിറ്റി രക്ഷയ്ക്കു വേണ്ടി കാത്തിരിക്കുക. അതാണ് പുറത്താരംഭിക്കുന്നത്. രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ആ രക്ഷയുടെ കാത്തിരിപ്പിൽ ആര് നമ്മളെ നയിക്കുന്നു? രക്ഷയിലേക്ക് മിശിഹാ തമ്പുരാൻ നമ്മെ നയിക്കുന്നു. അപ്പോൾ ആ മിശിഹായോട് ചേർന്ന് കുരുത്തോല കൈകളിൽ പിടിച്ച് പ്രദക്ഷിണമായി നമ്മൾ നീങ്ങുമ്പോൾ അതെന്തിനെ സൂചിപ്പിക്കുന്നു? ദാറ്റ് ഈസ് ദ ജേർണി ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ യാത്രയാണത്. സ്ലീവായുടെ പിന്നാലെ കർത്താവെ രക്ഷിക്കണേ. ഓശാന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? കർത്താവെ രക്ഷിക്കണമേ. അപ്പോൾ കർത്താവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഒരു ജനം തീർത്ഥാടനം നടത്തുകയാണ്. ആ തീർത്ഥാടനമാണ് എങ്ങോട്ട് വന്ന് കയറേണ്ടത്? അടഞ്ഞു കിടക്കുന്ന ഹന്നാൻ വാതിലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്ത് വൈരുദ്ധ്യം നോക്കിക്കേ. പള്ളിക്കകത്തുനിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും പള്ളി ചുറ്റി, പള്ളി അടച്ചിട്ടിട്ട് പള്ളിക്കകത്ത് ഒന്നുകൂടെ കയറുമ്പോൾ പുറത്താരംഭിച്ച്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കാറ്റഗിസം നടക്കുകയാണ്. ലോകം പുറത്തായിപ്പോയി. പറുദീസായുടെ വാതിൽ അടഞ്ഞു കിടക്കുന്നു. പാപത്താലെ നമ്മൾ പുറത്തായിപ്പോയി. പുറത്തായ നമ്മൾ കർത്താവിനാൽ നയിക്കപ്പെട്ട്, സ്ലീവായാൽ നയിക്കപ്പെട്ട് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ ഓശാനയുടെ തിരുക്കർമ്മത്തിൽ ഹാശ ആഴ്ചയുടെ ഈ പീഠാനുഭവ വാരത്തിൻ്റെ മുഴുവൻ അർത്ഥം കിടക്കുകയാണ്. എന്ന് വെച്ചാൽ പുറത്തായിരുന്നവർ, ദോസ് ഹു വെയർ ഔട്ട്സൈഡ് ആർ ഗെറ്റിംഗ് ഇൻസൈഡ്. സ്വർഗത്തിന് പറുദീസായ്ക്ക് പുറത്തായി പോയവർ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ദൂരങ്ങളിലായി പോയവർ, ദോസ് ഹു വെയർ ത്രോൺ ടു ഡിസ്റ്റൻസ്, പാപം മൂലം ദൈവവുമായി ദൂരങ്ങളിലേക്കായി പോയവർ, ദൂരത്തായി പോയവർ കമ്മ്യൂണിയനിലേക്ക് വരുന്നു, കൂട്ടായ്മയിലേക്ക് വരുന്നു. ഒപ്പം കാത്തിരുന്നവർ, രക്ഷയ്ക്കായി കാത്തിരുന്നവർ അതിൻ്റെ പൂർത്തീകരണം കാണുന്നു. ഇതെല്ലാം നടക്കുകയാണ് നാളത്തെ കർമ്മത്തിൽ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ കെട്ടിടമില്ലേ, നമ്മുടെ പള്ളി, അത് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിൻ്റെ അനുഭവമായിട്ട് നാളെ മാറുകയാണ്. നമ്മൾ പ്രവേശിക്കുന്നത് ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക്, ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുന്നു. ഇനി മറ്റൊന്നും കൂടി ശ്രദ്ധിക്കേണ്ടത്, ഈ ഓശാന ചിലപ്പോൾ നമ്മുടെയൊക്കെ സംഭവിക്കും. ഓശാന ഈ കുരുത്തോലയൊക്കെ പിടിച്ച് ഓശാന ഓശാന ഈശന സതതം എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഓശാന നാഥൻ ഓശാന എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാടി നടക്കാനൊക്കെ ഇഷ്ടമാണ്. ഇങ്ങനെ പാടി നടക്കാനൊക്കെ ഇഷ്ടം. എന്നിട്ടുണ്ടല്ലോ വാതിലൊക്കെ തുറന്നു കഴിയുമ്പോൾ സൈഡിലെ വാതിൽ കൂടെ നുറഞ്ഞു കയറും. ചെയ്യരുത് കേട്ടോ, ചെയ്യരുത്. നാളെ അത് കറക്റ്റായിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക. അതിനകത്തൊക്കെ അർത്ഥമുണ്ട്. ഓശാന ഓശാന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുരുത്തോല പിടിച്ച് പാടിയാലും പ്രദക്ഷിണം പങ്കെടുത്താലും രക്ഷയുടെ അനുഭവത്തിന് എന്തിലൂടെ കടന്നു പോകണം? കുരിശിൻ്റെ വഴിയെ
കയറണം. സി വി എൻറ്റർ ഇൻ ടു സാൽവേഷൻ നോട്ട് ജസ്റ്റ് ബൈ ഇന്തൂസിയാസം. ഒരു സന്തോഷം, ഒരു ആരവം, ഒരു ആവേശമല്ല രക്ഷ. അന്ന് ജെറുസലേമിന് പറ്റിയ അപകടത. ജെറുസലേമും വൃക്ഷച്ചില്ലകളെടുത്ത് പറഞ്ഞു ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന. അത് പറഞ്ഞവർക്ക് പക്ഷേ ആ ആഴ്ചയിൽ സംഭവിച്ച സ്ലീവായുടെ വഴിയെ, കുരിശിൻ്റെ വഴിയെ, സഹനത്തിൻ്റെ വഴിയെ നടന്നു കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് എൻട്രി ഇസ് നോട്ട് ബൈ ഇന്തൂസിയാസം. ഒരാവേശം, സന്തോഷമല്ലിത്, മറിച്ച് ദ എൻട്രി ഇസ് ഹാപ്പൻഡ് ത്രൂ ദ ക്രോസ്. കുരിശിനാലെയാണ് അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന വാക്യം ശ്രദ്ധിച്ചോ. അത് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. കമൻറ്റ് സെക്ഷനിൽ ഇത്തരം ചില നമ്മൾ ഈ പറയത്തില്ല, ചില പഞ്ച് ലൈൻസ് ശ്രദ്ധയിൽപ്പെട്ടതൊക്കെ വെറുതെ നിങ്ങൾ കമൻറ്റിലൊക്കെ ടൈപ്പ് ചെയ്തിട്ടോ. ഒരു പക്ഷേ ആർക്കെങ്കിലും ഒക്കെ അത് ക്യാച്ചിങ് ആണെങ്കിലോ, അത് കിട്ടുന്നുണ്ടെങ്കിലോ, അവർക്ക് ഒന്നുകൂടെ കേൾക്കാൻ തോന്നിയാലോ, അവർക്ക് ആ ഭാഗം ഒന്നുകൂടെ സ്ട്രൈക്ക് ചെയ്താലോ. ഹോസാന വിത്തൗട്ട് ക്രോസ് ഈസ് ഷാലോ. ഹോസാന വിത്തൗട്ട് ക്രോസ് ഈസ് ഷാലോ. ഹോസാന വിത്ത് ക്രോസ് ഈസ് റിഡംഷൻ. ഹോസാന വിത്തൗട്ട് ക്രോസ്, കുരിശില്ലാത്ത ഓശാന ഉപരിതലത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. കുരിശില്ലാത്ത ഓശാന ഉപരിതലത്തിൽ നിൽക്കത്തേ ഉള്ളൂ. ഹോസാന വിത്തൗട്ട് ക്രോസ് ഈസ് ഷാലോ. ഹോസാന വിത്ത് ക്രോസ് ഈസ് റിഡംഷൻ. കുരിശോട് ചേർന്നുള്ള ഓശാനയാണ് രക്ഷയുടെ അനുഭവമായി, വീണ്ടെടുപ്പിൻ്റെ അനുഭവമായി മാറുന്നത്. ഇനി ഈ ആഴ്ച, ഈ പീഠാനുഭവ വാരത്തിൽ ഇതിനെ ഒന്ന് ലൊക്കേറ്റ് ചെയ്യട്ടെ. അതായത് ശ്രദ്ധിക്കണേ, നമ്മൾ കവാടം തുറന്ന്, ഗേറ്റ് തുറന്ന്, ഡോറ് തുറന്ന് അകത്തോട്ട് കയറുക. ഓശാന ഞായറാഴ്ച, ഓശാന പെസഹ വ്യാഴം, പീഠാനുഭവ വെള്ളി, വലിയ ശനി, ഈസ്റ്റർ, ഉയർപ്പ് ഞായർ. ഈ ദിവസങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരട്ടെ. ഈ ഇത് വെച്ച് ഇങ്ങനെ നമ്മൾ കവാടം തുറന്ന് അകത്തേക്ക് കയറുന്നു, ഇങ്ങനെ മനസ്സിലാക്കിക്കേ. ഓശാന ഞായറാഴ്ച ദ ഡോർ ഈസ് ഓപ്പൺഡ്. കവാടങ്ങൾ തുറക്കപ്പെടുന്നു, വാതിൽ നമുക്കായി തുറന്നു കിട്ടുന്നു. ഹോളി തേഴ്സ്ഡേ, ഈ പെസഹ വ്യാഴാഴ്ച എന്താ നടക്കുന്നത്? പെസഹ തേഴ്സ്ഡേയിൽ നടക്കുന്ന കാര്യം, ഇന്നർ റൂമിലേക്ക്, ഉള്ളിലെ മുറിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. രഹസ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുന്നു. ഇപ്പം കവാടം തുറന്നു. പെസഹ വ്യാഴാഴ്ച ഉള്ളിലെ ആ മുറിയിലേക്ക് കുറെ കൂടെ ഇൻഡിയറൈസ്, അകത്തേക്ക്, രഹസ്യങ്ങളിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ആ ദിവസമാണ് പരിശുദ്ധ കുർബാനയാകുന്ന രഹസ്യത്തെ നമ്മൾ അറിയുന്നത്. പൗരോഹിത്യം എന്ന വലിയ രഹസ്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. കർത്താവിൻ്റെ പാദം കഴുകുന്ന സ്നേഹത്തിൻ്റെ രഹസ്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം പീഠാനുഭവ വെള്ളിയാഴ്ച, കുരിശ് പൂർണ്ണമായും വെളിപ്പെടുന്നു. ക്രോസ് ഈസ് ഫുള്ളി റിവീൽഡ്. The key that opened the door is lifted up for the world. നമുക്കായി വാതിൽ, രക്ഷയുടെ വാതിൽ തുറന്നു തന്ന താക്കോലായ കുരിശ് ഇപ്പോൾ മനുഷ്യകുലത്തിനു വേണ്ടി ഉയർത്തപ്പെടുന്നു. അത് പീഠാനുഭവ വെള്ളിയാഴ്ച നമ്മൾ കാണും. വലിയ ശനിയാഴ്ച നമ്മൾ കാണുന്നത് ഈ വാതിലിനപ്പുറത്തുള്ളൊരു നിശബ്ദതയെ നമ്മൾ ധ്യാനിക്കും. മറഞ്ഞിരുന്ന് പ്രവർത്തനനിരതനായിരിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണും. ഗോഡ് വർക്ക്സ് ഇൻ ഹിഡൻനെസ്. മറഞ്ഞിരുന്ന് കർത്താവ് പ്രവർത്തിക്കുന്ന ദിവസമാണ് വലിയ ശനിയാഴ്ച. അതാണ് നമ്മൾ ഇന്ന് കയറുന്ന, നമ്മൾ ഈ ഓശാന ഞായറാഴ്ച കയറുന്ന കവാടത്തിനപ്പുറത്തുള്ള ഒരു നിശബ്ദതയെ, മൗനത്തെ ധ്യാനിക്കുന്ന ദിവസമാണ് വലിയ ശനിയാഴ്ച. ഈസ്റ്ററിൻ്റെ അന്ന്, തിരുവുത്ഥാനത്തിൻ്റെ അന്ന്, the door of death is broken. The door of death is broken. മരണത്തിൻ്റെ കവാടങ്ങൾ തകർക്കപ്പെടുന്നു. മരണത്തിൻ്റെ കവാടങ്ങളെ തകർത്ത് അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. ഇന്ന് ഓശാനയ്ക്ക് നമ്മൾ തുറക്കുന്ന ഈ ഹന്നാൻ വാതിലില്ലേ, ഈ ഹന്നാൻ വാതിൽ നമ്മളെ ഒരുക്കുകയാണ്. അടുത്ത ഞായറാഴ്ചയാകുമ്പോൾ നരക കവാടങ്ങൾ തകർക്കപ്പെടും. ഇന്ന് സ്വർഗത്തിൻ്റെ വാതിലുകൾ നമുക്കായി തുറന്ന് നമ്മൾ ഈ രഹസ്യങ്ങളുടെ ആഴ്ചയിലേക്ക് മെല്ലെ പ്രവേശിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച എത്തുമ്പോൾ നമ്മൾ നരക കവാടങ്ങളെ, മരണത്തിൻ്റെ കവാടങ്ങളെ തകർക്കുന്ന കാഴ്ച നമ്മൾ കാണും. അപ്പോൾ ഹന്നാൻ വാതിൽ തുറക്കുമ്പോൾ അത് ഉയർപ്പിലേക്കുള്ള യാത്രയാണെന്ന് മനസ്സിലാക്കണം. റിസറക്ഷനിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. സഭാപിതാക്കന്മാർ ഇതിനെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അഗസ്തിനോസ് പുണ്യാളൻ പറയുന്നു. ദ ഡോർ ഈസ് ക്രൈസ്റ്റ് ആൻഡ് ത്രൂ ഹിം വി എൻ്റർ ഇൻ ടു ലൈഫ്. നമ്മൾ നേരത്തെ ധ്യാനിച്ചതാണ്. മുട്ടുന്നവനും
സ്ലീവായും വാതിലും അവൻ തന്നെ. വാതിൽ മിശിഹായാണ്. ആ മിശിഹായിലൂടെയാണ് നമ്മൾ ജീവനിലേക്ക് പ്രവേശിക്കുന്നത്. എനിക്കറിയാം ഇതിങ്ങനെ കയറുമ്പോൾ ഒരു തിരക്കൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ കുരുത്തോലേക്ക് പിടിച്ച് കയറുമ്പോൾ. എന്നാലും ഉണ്ടല്ലോ, നാളെ ഒരു അധിക ഭക്താഭ്യാസമായിട്ട്, ജസ്റ്റ് ഡിവോഷനേ ഉള്ളൂ കേട്ടോ, നിർബന്ധമായിട്ട് ചെയ്യണമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ധ്യാനിച്ചവർ അതൊന്ന് പ്രാർത്ഥിച്ച്, നമ്മളിങ്ങനെ അച്ഛൻ മുമ്പേ കയറുന്നു, അതിൻ്റെ പിന്നാലെ കുരുത്തോലേക്ക് പിടിച്ച് നമ്മൾ കയറുമ്പോൾ ഉണ്ടല്ലോ, ആ വാതിൽ കടക്കുമ്പോൾ ഇതെല്ലാം ധ്യാനിക്കണം. ആ വാതിലിൻ്റെ കട്ടളപ്പടിയേൽ, ആ വാതിലിൻ്റെ ഹന്നാൻ വാതിലിൻ്റെ കട്ടളയേൽ ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രവേശിക്കുക, രക്ഷയിലേക്ക് പ്രവേശിക്കുകയാണെന്നുള്ള ധ്യാനത്തോടെ. അത് കേവലം ഒരു വിഗ്രഹവൽക്കരണമല്ല ഞാൻ പറയുന്നത്. ഈ ധ്യാനങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ശരീരത്തിലത് മനസ്സിലാക്കാൻ, ചിന്തയിലത് ഓർക്കാൻ, കാഴ്ചയിലത് കാണാൻ ആ വാതിൽ തൊട്ട് പ്രാർത്ഥിച്ച് പള്ളിക്കകത്തേക്ക് നാളെ കയറണം. ജോൺ ക്രിസോസ്റ്റം പിതാവ് പറയുന്നു, The cross breaks what was closed by sin. മരണത്താലെ അടയ്ക്കപ്പെട്ടത് കുരിശു നമുക്കായി തുറന്നു തരുന്നു. നോട്ട് മാൻ ബട്ട് ക്രൈസ്റ്റ് ഓപ്പൺസ് ഹെവൻ. മനുഷ്യനല്ല, മറിച്ച് മിശിഹായാണ് അടഞ്ഞുപോയ പർദീസായുടെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ നമുക്കായി തുറന്നു തരുന്നത്. എഫ്രൈം പിതാവ് പറയുന്ന കാര്യം, എഫ്രൈം പിതാവിൻ്റെ കാര്യമല്ലേ, എപ്പോഴും ഒരു കവിത ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, മാർഗം കൂടുന്നവർക്കറിയാം. അപ്രൈം പിതാവ് പറഞ്ഞു വരുമ്പോൾ ഒരു കവിതയിലാണ് അത് പറയുന്നത്. അപ്രൈം പിതാവ് പറയുകയാണ്, രാജാവ് സമീപിക്കുന്ന കണ്ടപ്പോൾ വാതിൽ, അടഞ്ഞു കിടന്ന വാതിൽ വിറച്ച് തുറന്നു പോയതാണെന്ന്. എന്ത് രസമായിട്ടത് പറയുന്നത്. മഹാരാജാവ് അത്യുന്നതൻ പരിശുദ്ധനായവൻ സമീപിക്കുന്നത് അറിഞ്ഞപ്പോൾ അടഞ്ഞു കിടന്ന വാതിൽ വിറച്ച് തുറന്നുപോയി. കാരണം വാതിലിനറിയാം, മരണത്തിൻ്റെ വാതിലുകളെ തകർക്കാൻ പോകുന്നവനവൻ. അവൻ്റെ മുമ്പിൽ ഈ വാതിൽ നിൽക്കില്ല, ഈ വാതിൽ തുറന്നു കൊടുക്കുന്നു. അപ്പോൾ ഹന്നാൻ വാതിൽ മുട്ടിത്തുറന്നു എന്നതിനേക്കാൾ ഹന്നാൻ വാതിൽ ഇങ്ങനെയും കൂടി ചിന്തിക്കാം. ഹന്നാൻ വാതിൽ വാസ് നോട്ട് ജസ്റ്റ് ഓപ്പൺഡ് ബട്ട് ദ ഡോർ റെസ്പോണ്ടിങ് ടു ദ മെസയ. മിശിഹായോട് ഹന്നാൻ വാതിൽ പ്രതികരിച്ച രീതിയാണ് തുറന്നു കൊടുത്തത്. വിറച്ച് തുറന്നു കൊടുക്കുന്നു വാതിൽ. ഇനി ഇത്രയൊക്കെ മതിയെന്ന് വിചാരിക്കുന്നു അല്ലേ? രസമാണ്. നമുക്ക് ഇങ്ങനെ ധ്യാനിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം അനുവദിക്കുമെങ്കിൽ, സാഹചര്യങ്ങൾ ഒത്തുവരുമെങ്കിൽ, നമ്മൾ ഈ വരുന്ന ആഴ്ചയിലെ ഇനിയുള്ള തിരുക്കർമ്മങ്ങളുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി. ഫീഡ് മൈ ഷീപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥന ഉയർത്തണം ദൈവത്തിന് മുമ്പാകെ. എൻ്റെ കൂടെയുള്ള ടീമിനെ ഓർക്കണം. നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ ഹാശ ആഴ്ചയിലേക്ക്, വലിയ ആഴ്ചയിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുമ്പോൾ നമുക്കെല്ലാം ഇത് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരാഴ്ചയാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. കേട്ട കാര്യം 3 കാര്യങ്ങളാണ്. നാളത്തെ ഈ ഹന്നാൻ വാതിൽ തുറന്ന് അകത്ത് കയറുന്ന ആ കർമ്മം നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ പോകേണ്ടത്, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ സമ്മറി ആയിട്ട് മനസ്സിൽ കിടക്കേണ്ടത്. ആ താഴെ കമൻറ്റിൽ ഇത് മുഴുവൻ കേട്ടവർ ധ്യാനപൂർവ്വം മനസ്സിലാക്കി കുറിച്ചിടാൻ ഉള്ള പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്ത് കുറിച്ചിടാം. ഇത് ഉറപ്പായിട്ടും കുറിച്ചിടാൻ ശ്രമിക്കുക. എന്നറിയാമോ, 3 കാര്യങ്ങളിലേക്ക് ഇതിനെ ഞാൻ ചുരുക്കാം. 1, സാൽവേഷൻ ഇസ് നോട്ട് ഓട്ടോമാറ്റിക്. രക്ഷ ആകസ്മികമായി സംഭവിച്ചതൊന്നുമല്ല. വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. മിശിഹ നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത്, രക്തം കൊടുത്ത് നമുക്കായി വാങ്ങിത്തന്നതാണ് രക്ഷ. സാൽവേഷൻ ഇസ് നോട്ട് ഓട്ടോമാറ്റിക്. ആ മിശിഹായോടൊപ്പം നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് ആ രക്ഷ നമുക്ക് ലഭിക്കുന്നത്. അല്ലാതെ രക്ഷ ഓട്ടോമാറ്റിക് അല്ല, ചുമ്മാ അങ്ങ് കിട്ടുന്നതല്ല. സാൽവേഷൻ ഈസ് നോട്ട് ഓട്ടോമാറ്റിക്. 2, സാൽവേഷൻ റിക്വയേഴ്സ് ക്രോസ്. കുരിശാണ് രക്ഷ. കുരിശിലൂടെയാണ് അടഞ്ഞു കിടന്ന വാതിൽ തുറന്നതെങ്കിൽ നമ്മളും നമ്മുടെ കുരിശെടുത്താണ് കർത്താവ്. നാളെ ആ കുരുത്തോല പിടിക്കുമ്പോൾ ആ കുരുത്തോലയിൽ കർത്താവിൻ്റെ കുരിശിൻ്റെ നിഴല് വീണ് കിടപ്പുണ്ടെന്ന് ധ്യാനിക്കണേ. ഈ കുരുത്തോലയിൽ നീ അനുഭവിക്കുന്ന സഹനങ്ങളുടെ നിഴല് കാണണേ. ആ സഹനം, ആ കണ്ണീരാണ് കർത്താവ് തുറന്നു വന്ന വഴിയെ കയറാനുള്ള യോഗ്യത. അപ്പോൾ സാൽവേഷൻ റിക്വയേഴ്സ് ദ ക്രോസ്. ഫസ്റ്റ് വൺ, സാൽവേഷൻ ഈസ് നോട്ട് ഓട്ടോമാറ്റിക്. സെക്കൻഡ് വൺ, സാൽവേഷൻ റിക്വയേഴ്സ് ക്രോസ്. 3, സാൽവേഷൻ ഈസ് കമ്മ്യൂണൽ. നാളത്തെ ഒരു കാഴ്ച അതാണ്. നമ്മൾ എത്ര ഭംഗിയായിട്ടാണ് കൂട്ടായ്മയിലല്ലേ, സഭ തീർത്ഥാടക സഭയായി കൂട്ടായ്മയിലല്ലേ അകത്തേക്ക് കയറുന്നത്. അതിൻ്റെ അർത്ഥം സ്വർഗപ്രവേശനം ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ഒറ്റയ്ക്കല്ല, മറിച്ച് നമ്മൾ കൂട്ടായ്മയിലാണ് നാളെ നമ്മൾ ഹന്നാൻ വാതിൽ കടക്കുന്നതെങ്കിൽ സ്വർഗത്തിലേക്ക് നമ്മൾ തീർത്ഥാടനം ചെയ്യേണ്ടത്, യാത്ര ചെയ്യേണ്ടത് ഇതേ കൂട്ടായ്മയിലാണെന്ന് തിരിച്ചറിയണേ. അപ്പോൾ 3 കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, സാൽവേഷൻ ഇസ് നോട്ട് ഓട്ടോമാറ്റിക്. സെക്കൻഡ്, സാൽവേഷൻ റിക്വയേഴ്സ് ക്രോസ്. ആൻഡ് ഫൈനലി, സാൽവേഷൻ is not individual, salvation is communal.
അത് കൂട്ടായ്മയിലാണ് രക്ഷയുടെ അനുഭവം നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ നിയോഗങ്ങളെയൊക്കെ കർത്താവിന് സമർപ്പിച്ച് ഈ വലിയ ആഴ്ചയിലേക്ക്, ആഴ്ചയിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കട്ടെ. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ദൈവനാമത്തിന് മഹത്വം. ആമേൻ.